ഇന്ന് നമുക്ക് ആദിയും ലക്ഷ്മി മേനോനും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ശബ്ദം എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മൂന്നാറിലെ മെഡിക്കൽ കോളേജ്. അവിടെ അടുത്തിടെയായിട്ട് 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്നാൽ ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസറിന് അവർക്ക് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യുവാനായും പറ്റുന്നുണ്ടായിരുന്നു. അതിന് പിന്നിൽ എന്തായിരിക്കാം കാരണം? കുട്ടികൾ മരണപ്പെടുന്നതിന് പിന്നിൽ എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് അവിടെയുള്ളവർക്കെല്ലാം സംശയമുണ്ടാകുന്നു. അങ്ങനെ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിനെ ഏർപ്പെടുത്തും. അവിടേക്ക് എത്തുന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആണെങ്കിൽ ഒരു കാര്യം കണ്ടെത്തും. മരിച്ചവരുടെ ചെവിയിലെല്ലാം വവ്വാലിന്റെ സൗണ്ടുകൾ, അതും 1000 വവ്വാലിന്റെ ശബ്ദങ്ങൾ കേട്ട് ചെവി പൊട്ടി ശരീരമെല്ലാം ഒടിഞ്ഞു നുറുങ്ങിയാണ് മരണപ്പെട്ടത് എന്നുള്ള കാര്യം ആ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ കണ്ടെത്തുന്നു. അതിന് പിന്നിൽ എന്തായിരിക്കാം കാരണം? ഇതല്ലാതെ ആ കോളേജിൽ വേറെന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് കണ്ടെത്തുവാനായി പറ്റിയോ ഇല്ലയോ എന്നാണ് ഫുൾ സ്റ്റോറിയും. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മൂന്നാറിലെ മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ഒരു ബിൽഡിംഗിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് അവന്തിക എന്ന പെൺകുട്ടി. എന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നതെന്നും അറിയത്തേയില്ല. എന്നിട്ട് അവൾ താഴേക്ക് ചാടുന്നു. അവൾ താഴേക്ക് വീണതും ഒരുപാട് പേർ അവിടെ ഓടിക്കൂടുകയും ഒക്കെ ചെയ്യുന്നു. സത്യത്തിൽ അത് അവന്തിക എന്ന പെൺകുട്ടിയുടെ സ്വപ്നമായിരുന്നു. എന്നാൽ അവന്തിക സ്വപ്നം കണ്ടതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുകയാണ്. ശ്വേത എന്ന പെൺകുട്ടി അതേ മൂന്നാറിലെ മെഡിക്കൽ കോളേജിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. എല്ലാവരും ഓടിക്കൂടുകയും ചെയ്യുകയാണ്. അതെല്ലാം കാണുന്ന അവന്തികയ്ക്ക് താൻ കണ്ട സ്വപ്നമാണല്ലോ ഈ സംഭവിക്കുന്നത് എന്നൊരു തോന്നലും ഉണ്ടാകുന്നു. ഇതേപോലെ തന്നെ മുൻപ് വെങ്കട്ട് എന്നൊരു പയ്യനാണെങ്കിൽ ഇതേ ബിൽഡിങ്ങിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജ് മാനേജ്മെന്റ് പറയുന്നത് ഈ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഇവിടെ അവസാനിപ്പിക്കണം. അഡ്മിഷനൊക്കെ വരാൻ പോകുന്ന സമയമാ. ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പുതിയ അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല എന്നും മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. മാത്രമല്ല അവിടെ അവരൊരു ഡിസ്കഷൻ നടത്തുകയാണ്. അതിലൊരു പ്രൊഫസർ ആണെങ്കിൽ അവിടുത്തെ ഹെഡിനോട് പറയുന്നത്, ഇവിടെ എന്തോ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ഈ വെങ്കട്ടിന്റെ മരണവും ശ്വേതയുടെ മരണവും തമ്മിൽ ഇതുപോലെ എന്തെങ്കിലും കണക്ഷൻ കാണും. നമുക്ക് ഏതെങ്കിലും സ്വാമിയെ വിളിച്ച് നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹെഡ് പറയുന്നത്, കോളേജ് നടത്തുന്ന നമ്മൾ, അതും മെഡിക്കൽ കോളേജ്, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒരു സ്വാമിയൊക്കെ വിളിക്കുന്ന കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അഭിമാനത്തിന് തന്നെ ബാധിക്കത്തില്ലേ എന്നാണ് ഹെഡ് പറയുന്നത്. എന്നാൽ അതേസമയം മറ്റൊരു പ്രിൻസിപ്പാൾ പറയുന്നത്, അതല്ല, ഈ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്, അവര് വല്ലതും വിവരം അറിയിച്ചാലോ എന്ന് ചോദിക്കും. അതിനുശേഷം കാണിക്കുന്നത് പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന റൂബൻ എന്ന ആളിനെയാണ്. അതാണ് നമ്മുടെ കഥാനായകനും. റൂബൻ ആണെങ്കിൽ ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ വീട്ടിലുള്ള അച്ഛനെയും അമ്മയും എന്തോ ഒരു അമാനുഷിക ശക്തി ശല്യം ചെയ്യുന്നുണ്ട്. ആ അമാനുഷിക ശക്തിയുടെ ശല്യം കാരണം പേടിച്ചാണ് അവർ ഓരോ നിമിഷവും ആ വീട്ടിൽ ജീവിക്കുന്നത് തന്നെയും. അങ്ങനെ റൂബനാണെങ്കിൽ തന്റെ കൈവശമുള്ള മെഷീൻ എല്ലാം ഘടിപ്പിക്കുന്നു. ആ മെഷീൻ വെച്ച് റൂബനാണെങ്കിൽ ആ ഒരു അമാനുഷിക ശക്തിയോട് സംസാരിക്കും. കുറച്ച് സൗണ്ട് വേവ്സ് അതിൽ റെക്കോർഡ് ആവുകയും ചെയ്യുന്നു. ആ ഒരു സൗണ്ടിലൂടെ എന്താണ് ആ ഒരു അമാനുഷിക ശക്തിക്ക് പറയാനുള്ളത് എന്നെല്ലാം റൂബൻ മനസ്സിലാക്കും. എന്നാൽ ആ ഒരു അമാനുഷിക ശക്തിയുമായി സംസാരിക്കുന്ന സമയത്ത് ആ വന്നിരിക്കുന്നത് ഈ അച്ഛന്റെയും അമ്മയുടെയും മരിച്ചുപോയ മകളാണെന്ന് റൂബന് മനസ്സിലായി. കുഞ്ഞിനോട് കാര്യം തിരക്കുന്ന സമയത്ത് കുഞ്ഞ് പറയുന്നത്, എന്റെ അച്ഛനും അമ്മയും എന്നെ മറന്നിരിക്കുന്നു. അവരെന്റെ കളിപ്പാട്ടവും പാവയും എല്ലാം ദേ വലിച്ചെറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് കേട്ട് റൂബൻ ആണെങ്കിൽ അച്ഛനോടും അമ്മയോടും പറയുന്നത്, വന്നിരിക്കുന്നതേ നിങ്ങളുടെ മകളാ. മകള് മരിച്ചതിന് ശേഷം നിങ്ങൾ അവളുടെ പാവയൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുന്നില്ലേ, അതുകൊണ്ട് അവളെ മറന്നു എന്ന പേരിൽ ദേഷ്യം കാണിക്കുന്നതാ നിങ്ങളോടെന്നും റൂബൻ പറയുന്നു. അത് കേട്ടപ്പോഴാണ് കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ആശ്വാസമായത്. കാരണം പുറത്തുനിന്നുള്ള അമാനുഷിക ശക്തികളൊന്നുമല്ലല്ലോ അവരെ ശല്യം ചെയ്യുന്നത്, അവരുടെ സ്വന്തം മകളല്ലേ. മൂന്നാറിലെ മെഡിക്കൽ കോളേജിൽ മീറ്റിംഗ് നടന്ന സമയത്ത് ഒരു പ്രൊഫസർ ആണെങ്കിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ആ പ്രൊഫസറൊക്കെ വിവരം അറിയിക്കുന്നത് റൂബനെയാണ്. ഉടനെ തന്നെ റൂബൻ ആണെങ്കിൽ തന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് നേരെ മൂന്നാറിലെ മെഡിക്കൽ കോളേജിലേക്ക് യാത്ര തിരിക്കും. അവിടെ എത്തിയ റൂബനോട് പ്രിൻസിപ്പാൾ പറയുന്നത്, കുട്ടികൾ ആത്മഹത്യ ചെയ്തത് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞത് കൊണ്ടാകാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നം കൊണ്ടാകാം. ഇവിടെ എല്ലാവരും പറയുന്നത് അമാനുഷിക ശക്തികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണെന്നാ. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ല. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നതുമില്ല. നിങ്ങളൊന്ന് ഇതിനെപ്പറ്റി അന്വേഷിച്ച് അതെന്താണെന്ന് കണ്ടെത്തി തരുവാനായും പറയുന്നു. മാത്രമല്ല അഡ്മിഷനൊക്കെ നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് അനുകൂലമായിട്ട് മാത്രമേ റിപ്പോർട്ട് തരാവൂ എന്നാണ് റൂബനോട് പറയുന്നത്. റൂബൻ ആണെങ്കിൽ അന്വേഷിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ പ്രിൻസിപ്പാളിന്റെ
നേതൃത്വത്തില് അവിടെയുള്ള ഒരു വീട്ടിലാണ് റൂബൻ താമസത്തിനായി എത്തിയതും. റൂബൻ എന്തിനു കൂട്ടിന് ആരോഗ്യം എന്നൊരാളിനെയും ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കാറിൽ പോവുകയായിരുന്ന പ്രിൻസിപ്പാൾ ആണെങ്കിൽ കോളേജിന്റെ മാനേജറിനെ ഫോൺ വിളിക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നതും. എന്തെന്നാൽ ഈ കുട്ടികൾ മരിച്ചിരിക്കുന്നത് വേറെന്തോ കാര്യത്തിനാലാണ്. അത് അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമാണെന്ന് അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു പരത്തി. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും പ്രിൻസിപ്പാളും മാനേജ്മെന്റും തീരുമാനിച്ചു. എന്നിട്ടൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിനെ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് അവിടെ ആകെ അന്വേഷിപ്പിച്ച് ആ ഒരു കോളേജിൽ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല എന്ന് തെളിയിക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശവും. അതിനു വേണ്ടിയിട്ടാണ് റൂബനെ കൊണ്ടുവന്നിരിക്കുന്നതും. പക്ഷേ റൂബന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. റൂബനാണെങ്കിൽ അവിടെ എന്തൊക്കെയോ അമാനുഷിക ശക്തികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ തന്റെ അന്വേഷണവും ആരംഭിച്ചു. റൂബൻ ആരോഗ്യത്തിനെയും കൂട്ടി ആദ്യം പോകുന്നത് ശ്വേത മരണപ്പെട്ട് കിടന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്നും പിന്നീട് പോകുന്നത് ശ്വേതയുടെ ക്ലാസ്സിലേക്കും. അവിടെ ചെന്നിട്ട് ശ്വേതയുടെ കൂട്ടുകാരികൾ ആരെന്ന് ചോദിക്കുമ്പോൾ ഒരു 2-3 പെൺകുട്ടികൾ കൈപ്പൊക്കുന്നു. അപ്പോൾ അവരോട് അവസാന നിമിഷങ്ങളിലൊക്കെ ശ്വേതയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് റൂബൻ ചോദിക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നത്, അവളാണെങ്കിൽ അവസാനമായപ്പോഴേക്കും നമ്മളോടൊന്നും അധികം സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. അവൾക്ക് ഒരുപാട് ശബ്ദമുണ്ടാക്കുന്നതൊന്നും ഒട്ടും ഇഷ്ടമേയല്ല. ചെറിയ ശബ്ദത്തിനെ പോലും അവൾ വല്ലാതെ വയലന്റ് ആകുമായിരുന്നു. എന്താണ് കാരണമെന്നൊന്നും നമുക്കറിയത്തില്ലെന്നും ആ കുട്ടികൾ പറഞ്ഞു. അതിനുശേഷം ശ്വേത ഇരുന്ന സ്ഥലത്തേക്ക് പോകും. അവൾ ഇരുന്ന അതേ സീറ്റിലെ ഡെസ്കിലാണെങ്കിൽ എന്തോ ഒരു ചിഹ്നം വരച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് റൂബൻ നോക്കുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അവൾ മരിക്കുന്നതിന്റെ അന്ന് വരച്ചു വെച്ച ചിത്രമാണ്. മാത്രവുമല്ല, മരിക്കുന്നതിന്റെ അന്ന് അവസാനമായിട്ട് അവിടുത്തെ പ്രൊഫസറായിട്ടുള്ള അവന്തികയോട് ശ്വേത സംസാരിച്ച കാര്യവും റൂബൻ മനസ്സിലാക്കുന്നു. നേരെ റൂബൻ അവന്തികയെ കാണുവാനായിട്ട് ചെന്നു. അവന്തികയോട് ശ്വേതയെ പറ്റി ചോദിക്കും. ശ്വേതയോട് നിങ്ങളാണ് അവസാനമായി സംസാരിച്ചതെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങളുടെ ക്ലാസ്സിലാണ് അവസാനമായി ശ്വേത ഇരുന്നതും. എന്താണ് സംഭവിച്ചത് എന്ന് റൂബൻ ചോദിക്കുന്ന സമയത്ത് അവന്തിക പറഞ്ഞത്, ആ കുട്ടി കുറച്ചു ദിവസങ്ങളായി നല്ല അപ്സെറ്റ് ആയിരുന്നു. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് കാരണം എന്താണെന്ന് ഞാൻ തിരക്കി. ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുവാനായും പറഞ്ഞു. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വേറൊന്നും അവളുമായിട്ട് ഞാൻ സംസാരിച്ചില്ല എന്നും അവന്തിക പറയുന്നു. ഈ അവന്തികയ്ക്ക് ഭൂതപ്രേത പിശാചികൾ അതിലൊന്നും ഒട്ടും തന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ടാണ് അവൾ തീസിസ് എഴുതുന്നത് പോലും. മാത്രമല്ല, റൂബൻ സംസാരിക്കുന്നതിനൊക്കെ കേട്ട് ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിനൊക്കെ എതിരായിട്ടാണ് അവൾ സംസാരിക്കുന്നത് പോലും. നിങ്ങളൊരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ, അല്ലാതെ കേസ് തെളിയിക്കാനൊന്നും വന്ന ആളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അവന്തിക ചെയ്യുന്നതും. അതിനുശേഷം റൂബൻ നേരെ പോകുന്നത് ശ്വേതയുടെയും വെങ്കട്ടിന്റെയും മരണം റിപ്പോർട്ട് ചെയ്ത പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടുത്തെ ഇൻസ്പെക്ടറിൽ നിന്നും അവരുടെ കേസ് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുകയാണ് റൂബൻ. അപ്പോഴും റൂബനെ ഒരുപാട് പോലീസ് ഓഫീസർ ആണെങ്കിൽ കളിയാക്കുന്നുണ്ട്. നിന്നെ പോലെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് ആളുകളുടെ കാശ് പറ്റിക്കുവാൻ വേണ്ടിയിട്ടാ. പിന്നെ നിനക്കൊക്കെ പ്രേതത്തിനെയും ഭൂതത്തിനെയും ഒക്കെ കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? എങ്കിൽ ദേ ഇവിടെ ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട്. അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന് അവളുടെ ആത്മാവിനോട് സംസാരിച്ച് നീ ആ ഒരു കേസൊന്ന് തെളിയിച്ച്. റൂബനെ വല്ലാതെ കളിയാക്കി സംസാരിക്കും. അപ്പോൾ റൂബൻ പറയുന്നത്, ആ പെൺകുട്ടി മരിച്ചതിന് പിന്നില് ആരാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും അവരെയൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ നാട്ടിലെ കുറച്ച് പേര് കേട്ട ആളുകളല്ലേ എന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടാണ് റൂബൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അതിനുശേഷം റൂബനാണെങ്കിൽ ശ്വേതയുടെയും വെങ്കിട്ടിന്റെയും ഡെഡ് ബോഡി കാണണമെന്ന ആഗ്രഹമുണ്ടായി. ഉടനെ തന്നെ മോർച്ചറിയിലേക്കും വരികയാണ്. ഡോക്ടറാണെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കാണിച്ചു കൊടുത്തു. പക്ഷേ സാധാ ഡെഡ് ബോഡി ഇരിക്കുന്നത് പോലെയല്ല ആ ഒരു ഡെഡ് ബോഡി ഉള്ളതും. എന്തൊക്കെയോ മാറ്റങ്ങൾ. മാത്രമല്ല, ശരീരമാകെ ചുക്കിച്ചുളിഞ്ഞ് മറ്റൊരവസ്ഥയിലേക്കും പോയിരിക്കുകയാണ്. ഡെഡ് ബോഡി കണ്ട റൂബനാണെങ്കിൽ ഡോക്ടറിനോട് ഈ ഡെഡ് ബോഡികൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത്, എനിക്കറിയില്ല, ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചു. മരിക്കുന്നതിന് മുൻപ് ഇവർക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഡോക്ടർ പറയുന്നത്, മരിക്കുന്നതിന് മുൻപ് ഇവർ രണ്ടുപേരും താങ്ങാൻ പറ്റാത്ത വിധം എന്തൊക്കെയോ ശബ്ദം കേട്ടിട്ടുണ്ട്. അതിന്റെ ലക്ഷണമാണ് ഇവരുടെ 2 ചെവിയും പൊട്ടിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക കുളിക്കുന്ന സമയത്ത് അവളുടെ പിന്നിലൂടെ ആരോ വരുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. എന്തോ ശബ്ദങ്ങളും അവൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞു നോക്കും. അവന്തിക അവിടെ ആരെയും കാണത്തേയില്ല. മറ്റൊരു വശത്ത് റൂബന്റെ കയ്യിലിരിക്കുന്ന ഡിവൈസ് എല്ലാം കാണുന്ന ആരോഗ്യമാണെങ്കിൽ ഇതെല്ലാം എന്തിനുള്ളതാണെന്നൊക്കെ ചോദിക്കുന്നു. അതെല്ലാം ഈ പ്രേതത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനുള്ളതാണെന്നുള്ള കാര്യം റൂബനാണെങ്കിൽ ആരോഗ്യത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഈ ഒരു ശ്വേതയും വെങ്കടുമൊക്കെ മരിച്ചു കിടന്നെന്ന് പറഞ്ഞില്ലേ, അതിലെ വെങ്കട് മരിച്ചത് ഒരു റെസ്റ്റ് റൂമിൽ വെച്ചായിരുന്നു. അവിടെ പോയി അന്വേഷിക്കുകയാണ് റൂബൻ.
വെങ്കട് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നാൽ വെങ്കട് മരിക്കുന്നതിന് മുൻപ് തന്നെ അവനാണെങ്കിൽ ചെവിക്ക് താങ്ങാൻ പറ്റാത്ത വിധം എന്തോ ശബ്ദം കേട്ടു. ആ ശബ്ദം അവന് ഒട്ടും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. മാത്രമല്ല ശബ്ദം കേട്ട ഉടനെ തന്നെ തന്റെ സ്വന്തം കൈകൾ കുത്തി മുറിച്ചാണ് അവൻ മരണപ്പെട്ടതും. അങ്ങനെ റൂബൻ കോളേജ് മുഴുവനും അന്വേഷിക്കുവാനായി തീരുമാനിക്കുകയാണ്. മുക്കും മൂലയും വരെ അവൻ പരിശോധിക്കും. ഏതൊക്കെ സ്ഥലങ്ങളാണോ അവൻ പരിശോധിക്കുന്നത് അവിടമെല്ലാം അവൻ മാർക്ക് ചെയ്തു പോകുന്നുമുണ്ട്. മാത്രമല്ല റൂബന് മെഡിക്കൽ പരമായിട്ടൊരു സംശയം തോന്നി. ആ സംശയം ചോദിക്കാൻ എത്തിയത് അവന്തികയോടാണ്. പക്ഷേ അവന്തിക പറയുന്നത്, ഈ ഒരു കോളേജിൽ ഞാൻ മാത്രമല്ലല്ലോ പ്രൊഫസർ, വേറെയും ഒരുപാട് പേരില്ലേ, അവരോടൊക്കെ പോയി അന്വേഷിക്കുവാനായും പറയുന്നു. വീണ്ടും റൂബനാണെങ്കിൽ അവന്തികയുടെ അടുത്ത് തന്നെ എത്തുകയാണ്. അവന്തികയ്ക്കാണെങ്കിൽ അവനോട് സംസാരിക്കുവാൻ പോലും അത്ര താല്പര്യമേ ഇല്ല. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ പള്ളിയിലാണെങ്കിൽ മണിയടി കേൾക്കും. ഉടനെ തന്നെ റൂബനാണെങ്കിൽ ആ മണിയടി കേട്ടതും തൊഴുവാനായും തുടങ്ങി. അപ്പോൾ അവന്തിക ചോദിക്കുന്നത്, നിങ്ങൾ ഹിന്ദുവല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെ പള്ളിയിൽ മണിയടി കേൾക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ റൂബൻ പറയുന്നത്, ഏത് മതത്തിനെയും ഞാൻ വിശ്വസിക്കും. അത് കേട്ട് അവന്തിക ചോദിക്കുന്നത്, അല്ല അതിനിപ്പോൾ പള്ളിയിൽ മണിയടിച്ച ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. റൂബൻ പറയുന്നത്, ശബ്ദം കേട്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നും അവന്തികയോട് പറയുന്നു. അങ്ങനെയൊക്കെ റൂബനാണെങ്കിൽ അടുത്തതായിട്ട് പരിശോധിക്കുവാനായി പോകുന്നത് പെൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമിലേക്കാണ്. അതിനു വേണ്ടിയിട്ട് തന്റെ ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യുന്നു. റൂബൻ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോകുവാനായി തീരുമാനിച്ചത് അവിടെയെല്ലാം CC ക്യാമറ കണക്ട് ചെയ്തിട്ട് അതെല്ലാം ലാപ്ടോപ്പിൽ ഓണാക്കി വെച്ച് ആരോഗ്യത്തിന് അതിന് മുന്നിലിരുത്തിയിട്ടാണ് റൂബൻ പോകുന്നതും. റൂബന്റെ കയ്യിലായിട്ട് ഒരു മെഷീനും ഇരിപ്പുണ്ട്. അതാണെങ്കിൽ ശബ്ദമൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്. റൂബൻ പതിയെ പതിയെ ഹോസ്റ്റലിന് മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകും. എന്നാൽ മറ്റൊരു വശത്ത് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആരോഗ്യം. പെട്ടെന്ന് തന്നെ അവിടെ ഒരു പ്രേതത്തിന്റെ രൂപം കാണുകയാണ്. അത് കണ്ടതും ആരോഗ്യത്തിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആരോഗ്യം ഏത് സ്ഥലത്താണോ പ്രേതത്തിന്റെ രൂപത്തിനെ കണ്ടത് അതേ സ്ഥലത്ത് നിന്നും റൂബനാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആ സൗണ്ട് അവന്റെ കയ്യിലിരിക്കുന്ന ഡിവൈസ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റൂബന്റെ പിന്നിലൂടെ ആരോ വരുന്നതായി തോന്നും. താനാണെങ്കിൽ ആ ഒരു CCTV ഫുട്ടേജിൽ പ്രേതത്തിന്റെ രൂപം കണ്ടില്ലേ, അതെങ്ങനെയെങ്കിലും റൂബനെ അറിയിക്കണമെന്ന് ഓടുകയാണ് ആരോഗ്യം. അതിനു മുൻപായിട്ട് റൂബന്റെ പിന്നിൽ ഒരു രൂപം വന്ന് നിൽക്കുന്നു. അതും ഒരു പ്രേതത്തിന്റെ രൂപമായിരുന്നു. പക്ഷെ അത് കണ്ടതും റൂബൻ പേടിച്ചില്ല. തന്റെ പിന്നിൽ നിൽക്കുന്ന പ്രേതത്തിന്റെ രൂപത്തിനെ കണ്ട് റൂബൻ പേടിച്ചില്ല. അവൻ ആ പ്രേതത്തിന്റെ കവളിനിട്ട് ഒന്നങ്ങ് കൊടുത്തു. സത്യത്തിൽ അത് ആ ഒരു ഹോസ്റ്റലിലെ പെൺകുട്ടിയായിരുന്നു. റൂബനെ പേടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാ. റൂബൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട്, നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി, വാ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അയ്യോ പണി കിട്ടി എന്നൊരവസ്ഥയില് റൂബന്റെ കൂടെ പോവുകയാണ് ആ പെൺകുട്ടിയും. നേരെ റൂബൻ ആ പെൺകുട്ടിയും കൂട്ടി ചെല്ലുന്നത് അവന്തികയുടെ റൂമിലേക്കാണ്. അതിനു മുൻപ് തന്നെ കൂടെയുള്ള കൂട്ടുകാരികളെയെല്ലാം അവളെ ഇൻഫോം ചെയ്തിരുന്നു പണി പാളിയെന്ന്. പ്രേതത്തിന്റെ വേഷം കെട്ടിയ ആ പെൺകുട്ടിയും കൂട്ടി റൂബൻ നേരെ പോകുന്നത് അവന്തികയുടെ റൂമിലേക്കായിരുന്നു. അവന്തികയാണ് പിള്ളേരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയല്ലേ, അതുപോലെ വല്ല കള്ളത്തരവും കാണിച്ച് നിങ്ങൾ വന്നതാണോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നും അവന്തിക പറയുന്നു. അത് കേട്ട് ദേഷ്യം വന്ന റൂബൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്തത് ശരി എന്ന് പറഞ്ഞ് എന്റെ വഴിയിൽ തടസ്സമായി വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് വയലന്റായി റൂബൻ സംസാരിക്കുന്നത്. അത് കേട്ട് അവന്തികയാണെങ്കിൽ റൂബനോട് സോറിയും പറഞ്ഞ് കഥ കടയ്ക്കുന്നു. അതേസമയം റൂബന്റെ കൈവശമുണ്ടായിരുന്ന മെഷീനിലാണെങ്കിൽ സൗണ്ട് കേൾക്കുകയാണ്. അത് കേട്ടതും റൂബന് ആ ഒരു റൂമിനകത്ത് എന്തോ അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. മാത്രമല്ല ഫോൺ ഓണായിരുന്നാലും ഇങ്ങനെയൊരു സൗണ്ട് കേൾക്കാനായിട്ട് സാധ്യതയുണ്ടെന്നും റൂബൻ അറിയാമായിരുന്നു. അങ്ങനെ റൂബൻ വീണ്ടും അവന്തികയെ വിളിക്കുകയാണ്. കഥക് തുറന്ന അവന്തികയോട്, നിങ്ങളുടെ ഫോൺ ഓണായിരിക്കുന്നത് എന്റെ ഫ്രീക്വൻസിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് ഓഫാക്കി വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനെന്തിന് എന്റെ ഫോൺ ഓഫാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവന്തിക കഥ കടയ്ക്കുന്നതും. കഥ കടച്ചപ്പോഴും വീണ്ടും ആ ഒരു മെഷീനിലാണെങ്കിൽ ശബ്ദങ്ങൾ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ആ റൂമിൽ എന്തെങ്കിലും അമാനുഷിക ശക്തിയുടെ സാന്നിധ്യമുണ്ടോ എന്ന സംശയം റൂബൻ ഉണ്ടാകുന്നു. മാത്രമല്ല ഫോൺ ഓണായിരുന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്ന് ചിന്തിച്ച് റൂബനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അതേസമയം റൂമിൽ കിടന്ന് നല്ല ഉറക്കമായി അവന്തിക. അവളുടെ കൈവിരലാണെങ്കിൽ ആരോ പിടിച്ച് പൊക്കുന്നത് പോലെ അതവൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ അവന്തിക ഉണരും. ഉണരുന്ന സമയത്ത് അവളുടെ കൈവിരൽ വീണ്ടും പഴയതുപോലെ ആകുന്നു. അങ്ങനെ റൂബനാണെങ്കിൽ ആദ്യം മരിച്ച വെങ്കട്ടില്ലേ, വെങ്കടിന്റെ ഫോണാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങുകയാണ്. അതിനുള്ളിൽ കിടക്കുന്ന ഫോട്ടോയെല്ലാം പരിശോധിക്കുന്ന സമയത്ത് ഈ വെങ്കടും ശ്വേതയും പിന്നെ ദീപിക എന്നൊരു പെൺകുട്ടിയും ഇവർ 3 പേരും കൂട്ടുകാരായിരുന്ന കാര്യം അതിൽ നിന്നും അവന് മനസ്സിലാകുന്നു. ഇവർ 3 പേരും ഒരു പാർട്ടിക്ക് പങ്കെടുത്ത ഫോട്ടോയും ഉണ്ടായിരുന്നു. അതിൽ ആ ഒരു പാർട്ടിയിൽ നിൽക്കവേ എന്തോ സ്റ്റിക്കർ വെച്ചിട്ട് ഇവർ ഫോട്ടോ എടുക്കും. 3 പേർക്ക് കൂടാതെ 4മതൊരു സ്റ്റിക്കർ കൂടി അതിൽ വന്നിരിക്കുന്നു. പക്ഷെ അവിടെ ആളില്ല. ഇതെന്തായിരിക്കാം ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ വന്നിരിക്കുന്നത് എന്നുള്ള
ചിന്ത റൂബനുണ്ടാകുന്നു. ഇവര് രണ്ടുപേരെയും കൂടാതെ മൂന്നാമതുള്ള ദീപികയിലെ ദീപികയും എന്തോ അമാനുഷിക ശക്തി ഫോളോ ചെയ്യുന്നു എന്ന കാര്യം ആ ഒരു ഫോട്ടോയിൽ നിന്നും റൂബന് മനസ്സിലായി. റൂബൻ ഉടനെ തന്നെ ദീപികയുടെ ഫോട്ടോ അവന്തികയെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഈ പെൺകുട്ടിയോട് എനിക്കൊന്ന് സംസാരിക്കണം, അവളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവന്തിക ഉടനെ തന്നെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഫോൺ വിളിച്ചിട്ട് ദീപികയെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് ദീപിക കുറച്ചു ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല, മിക്കവാറും അവൾ അവളുടെ കാമുകനടുത്ത് പോയി കാണും എന്നൊക്കെ പറയുന്ന സമയത്ത് ദീപികയാണെങ്കിൽ കാമുകന്റെ അഡ്രസ്സ് വാങ്ങുകയാണ്. ദീപികയുടെ ഫ്രണ്ട്സ് പറയുന്ന അഡ്രസ്സ് അവന്തിക ഒരു പേപ്പറിൽ കുറിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്തികയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകുന്നു. അവൾ അറിയാതെ അവളൊരു ഭ്രാന്തിയെ പോലെ എന്തൊക്കെയോ പേപ്പറിൽ എഴുതുകയാണ്. പക്ഷേ എഴുതുന്നത് ശ്വേത മരിക്കുന്നതിന് മുൻപ് അവളൊരു ഡെസ്കിൽ ഒരു സിമ്പൽ വരച്ചല്ലോ, ആ സിമ്പൽ തന്നെയാണ് അവന്തിക വരയ്ക്കുന്നത്. എന്നാൽ റൂബൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പുറമേ അത് കാണിക്കത്തില്ല. അവന്തികയിൽ നിന്നും അഡ്രസ്സും വാങ്ങി നേരെ റൂബൻ ആരോഗ്യത്തിനെയും കൂട്ടി പോകുന്നത് ആ ഒരു കാമുകനടുത്തേക്കാണ്, ദീപികയുടെ കാമുകനടുത്തേക്ക്. കാമുകനോട് തിരക്കുന്ന സമയത്ത് അവൻ പറയുന്നത് ദീപിക ഇവിടെ വന്നിരുന്നു, പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് അവളുടെ ചെവിയിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, വവ്വാലുകൾ കൂട്ടമായിട്ട് കരയുന്ന ശബ്ദമെന്നാ പറയുന്നത്. എനിക്ക് അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല, അവൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയെന്നും അവൻ പറയുന്നു. മാത്രവുമല്ല ദീപിക വന്ന സമയത്ത് അവളുടെ കയ്യിൽ നിന്നും വീണ ഒരു പേപ്പർ കഷ്ണം അവന് കിട്ടുകയാണ്. അതൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ കാണിച്ചതിന്റെ തുണ്ടായിരുന്നു. ആ ഡോക്ടറിനെ അവൻ പോയി കാണുകയാണ്. എന്നിട്ട് ദീപിക വന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് ദീപിക എന്ന പെൺകുട്ടി ഇവിടെ വന്നിരുന്നു, അവൾ പറഞ്ഞത് അവളുടെ ചെവിയിൽ നിന്നും വവ്വാല് കരയുന്ന ശബ്ദങ്ങളാണ് കേൾക്കുന്നതെന്ന്. പിന്നെ ഞാൻ പരിശോധിച്ചിട്ട് അവൾക്ക് കേൾവി സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടെന്നൊന്നും തോന്നിയില്ല. എന്നാലും ഈ വന്ന പെൺകുട്ടിയിലെ ദീപിക അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു, അവളുടെ ചെവിയിൽ നിന്നും നിൽക്കാതെ ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്നാണ് അവൾ പറഞ്ഞതെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ടതും റൂബനൊരു കാര്യം മനസ്സിലായി. ഈ ശ്വേത മരിക്കുന്നതിന് മുൻപും അവളുടെ ചെവിയിൽ എന്തൊക്കെയോ ശബ്ദം കേട്ടിരുന്നു എന്ന കാര്യം പറഞ്ഞല്ലോ, അതാണ് അവന് ഓർമ്മ വന്നതും. ദീപികയ്ക്കും എന്തോ സംഭവിക്കുവാനായി പോവുകയാണ്, അവളെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് റൂബൻ തീരുമാനിച്ചു. റൂബൻ നേരെ പ്രിൻസിപ്പാളിനോട് പോയി ഈ കാര്യങ്ങൾ പറയുന്നു. ദീപിക എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം, അവളെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിക്കണം, പോലീസിനെ വിവരം അറിയിക്കണമെന്ന് റൂബൻ പറയുന്ന സമയത്ത് പ്രിൻസിപ്പാൾ പറയുന്നത് അതൊന്നും പറ്റില്ല, പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും മീഡിയക്കാർ ഈ വിവരം അറിയും, പിന്നെ അഡ്മിഷനൊക്കെ നടക്കാൻ പോകുന്ന സമയമാ, അതതിനെ ബാധിക്കുമെന്നും പ്രിൻസിപ്പാൾ പറയുന്നു. ഒരിക്കലും റൂബന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് പ്രിൻസിപ്പാൾ തയ്യാറായില്ല. വീട്ടിലെത്തിയ റൂബൻ ആണെങ്കിൽ 1000 വവ്വാലുകൾ ചിലയ്ക്കുന്നത് എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുമുണ്ട്. അതേസമയം തന്നെ അവന്തിക റൂബനെ കോൾ ചെയ്യും. എന്നിട്ട് ദീപികയെ പറ്റി വല്ലതും അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് റൂബൻ പറയുന്നത് എന്തറിയാനാ, നിങ്ങൾ ആരെങ്കിലും സഹകരിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നല്ലോ എന്നും റൂബൻ പറയുന്നു. അപ്പോൾ അത് കേട്ട് അവന്തിക പറയുന്നത് ആര് പറഞ്ഞു ഞാൻ സഹകരിച്ചില്ലെന്ന്, അന്ന് നിങ്ങൾ എന്നോട് വന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോയില്ലേ, പക്ഷേ നിങ്ങളോട് ഞാൻ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും എന്റെ റൂമിലെത്തിയിട്ട് ഞാൻ മെസ്സേജ് ആയിട്ട് അതിനുള്ള ആൻസർ എല്ലാം അയച്ചിരുന്നു. പിന്നെ നിങ്ങൾ അന്ന് എന്റെ റൂമിൽ വന്നിട്ട് മൊബൈൽ ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞില്ലേ, അന്ന് ഞാൻ നിങ്ങളോട് ചെയ്യില്ല എന്ന് പറഞ്ഞെങ്കിലും കഥ കടച്ച് ഉടനെ തന്നെ ഞാൻ മൊബൈൽ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ റൂബൻ ഒരു കാര്യം ചിന്തിക്കും, അവന്തിക അന്ന് കഥ കടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഫോൺ ഓഫ് ചെയ്തെന്നല്ലേ പറഞ്ഞത്, എന്നിട്ടും റൂബന്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസിൽ സിഗ്നൽ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ അവന്തികയുടെ റൂമിലാണ് എന്തോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം റൂബന് മനസ്സിലായി. എന്നാൽ മറ്റൊരു വശത്ത് ദീപികയെ കാണിക്കുകയാണ്. ദീപികയുടെ ചെവിയിലാണെങ്കിൽ 1000 വവ്വാലുകളുടെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷം റൂബനെയാണെങ്കിൽ കോളേജിൽ നിന്നും സെക്യൂരിറ്റി ഫോൺ വിളിക്കുകയാണ്. ദേ ആ ദീപികയാണെങ്കിൽ ഇവിടുത്തെ ഗേറ്റും കടന്ന് അകത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള വിവരം പറയുന്നു. അത് കേട്ടതും റൂബനാണെങ്കിൽ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് റൂബൻ കോളും കട്ട് ചെയ്ത് കോളേജിലേക്ക് പോകും. എന്നാൽ ദീപികയുടെ ചെവിയിലാണെങ്കിൽ ആ ശബ്ദത്തിന്റെ അളവ് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അവൾക്കത് താങ്ങുവാനായും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ ആ ഒരു സിമ്പൽ രൂപപ്പെടുന്നു. ഏത് സിമ്പൽ എന്നാൽ ശ്വേത മരിക്കുന്നതിന് മുൻപ് ഡെസ്കിൽ ഒരു സിമ്പൽ കൊത്തിവെച്ചല്ലോ, ആ സിമ്പൽ തന്നെയാണ്. ദീപികയ്ക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദേ റൂമിലുള്ള അവന്തികയ്ക്ക് ഫീല് ചെയ്യുന്നു. അവൾ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ്. ദീപികയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് അവന്തികയ്ക്ക് മനസ്സിലായി. അവന്തിക ഉടനെ തന്നെ റൂബനെ കോൾ ചെയ്യും. പക്ഷേ റൂബനെ വിളിച്ചിട്ട് കിട്ടുന്നതേയില്ല. റൂബൻ അപ്പോഴേക്കും കോളേജിലേക്കും പോയിരുന്നു. എന്നാൽ കോളേജിലെത്തി ദീപികയെ അന്വേഷിച്ചു പോകുന്ന റൂബൻ കാണുന്നത് വലിയ ഉയരമുള്ള മരത്തിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ദീപികയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ഒരു വിദേശത്തുള്ള ഒരു സ്ത്രീയെ കാണിക്കുന്നു. അവർ കുറച്ച് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന സ്ത്രീയാണ്. അവരെ ഒരാൾ ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അവർ വീണ്ടും ബ്ലാക്ക് മാജിക് ആരംഭിക്കുന്നു. അടുത്ത ദിവസം തന്നെ ദീപിക മരിച്ച വിവരമറിഞ്ഞ് പോലീസ് ഓഫീസർമാരൊക്കെ അവിടെ എത്തും. അപ്പോഴും അവർ പറയുന്നത് ഇത്രയും ഉയരമുള്ള മരത്തിൽ നിന്നും ദീപിക തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആത്മഹത്യയാക്കാൻ വഴിയില്ല.
കൊലപാതകമായിരിക്കാമെന്നും പോലീസുകാരൊക്കെ പറയുന്നു. അതേസമയം തന്നെ അവിടെ നിൽക്കുന്ന റൂബനാണെങ്കിൽ അടുത്തുള്ള ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് കാണുകയാണ്. അതെന്താണെന്ന് ആരോഗ്യത്തിനോട് തിരക്കുന്ന സമയത്ത് അതിവിടുത്തെ പഴയ ലൈബ്രറിയാണെന്നും ആരോഗ്യം പറയുന്നു. അങ്ങനെ റൂബൻ നേരെ ആ ഒരു ലൈബ്രറിയിലേക്ക് കടക്കും. അപ്പോൾ അവിടുത്തെ ജനലിലൂടെ സൂര്യപ്രകാശം അടിച്ച് ജനലിന്റെ നിഴൽ തറയിൽ പതിക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, ശ്വേതയാണെങ്കിൽ ഡെസ്കിൽ ഒരു സിമ്പൽ കുത്തിവെച്ചിരുന്നില്ലേ, ആ സിമ്പൽ തന്നെയാണ് നിഴലായി അവിടെ അടിക്കുന്നതും. അത് കാണുന്ന സമയത്ത് റൂബൻ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. മാത്രമല്ല റൂബൻ ആ ഒരു ലൈബ്രറി കാണുന്ന സമയത്ത് അന്ന് വെങ്കട്ടിന്റെ ഫോണിൽ നിന്നും ശ്വേതയും വെങ്കട്ടും ദീപികയും കൂടി ഒരു സ്ഥലത്തിരുന്ന് പാർട്ടി നടത്തുന്ന ഫോട്ടോ റൂബൻ കണ്ടിരുന്നല്ലോ. ആ സ്ഥലം ഇതാണോ എന്നൊരു സംശയം റൂബൻ ഉണ്ടാകുന്നു. റൂബൻ ഉടനെ തന്നെ അവിടുത്തെ ലൈബ്രറിനോട് ആ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെയൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, ഇവരിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും, ഞാൻ പെർമിഷൻ കൊടുക്കും, ഇവിടെ ഇരുന്നാണ് മദ്യപിക്കാറുള്ളത് എന്നൊക്കെയുള്ള കാര്യം ലൈബ്രറിയൻ പറയുന്നു. ഈ ലൈബ്രറിയൻ കാശ് വാങ്ങിയിട്ട് അതിനുള്ളിൽ ഇരുന്ന് മദ്യപിക്കുവാനായിട്ട് ഇവർക്ക് 3 പേർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത ഫോട്ടോയാണ് അതിൽ കിടന്നത്. മാത്രവുമല്ല അവന്തികയെ ഈ റൂബന് ആദ്യമേ ചെറിയ സംശയമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവന്തികയുടെ ഫോട്ടോയും ലൈബ്രറിനെ കാണിച്ചിട്ട് ഈ കുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, കൂടുതലായിട്ടും ഈ ലൈബ്രറിയിൽ വരുന്നത് ഈ ഒരു കുട്ടി മാത്രമാണെന്നും ഇവിടെ വന്നിട്ട് കുറച്ച് ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്നും ലൈബ്രറിയൻ പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സെമിനാർ എടുക്കുകയായിരുന്ന അവന്തികയുടെ മനസ്സിലേക്ക് ശ്വേതയും വെങ്കട്ടും ദീപികയും ഒക്കെ മരിച്ചു നിൽക്കുന്ന രൂപങ്ങളൊക്കെ വരുന്നു. അവൾക്കാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുവാൻ പോലും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ ആ ഒരു സെമിനാർ അവസാനിപ്പിച്ചിട്ടിരിക്കുന്ന അവന്തികയ്ക്ക് അടുത്തേക്ക് റൂബൻ വരികയാണ്. റൂബനാണെങ്കിൽ ആ ഒരു ലൈബ്രറിയിൽ നിങ്ങൾ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയിട്ടുള്ള കാര്യവും നമ്മുടെ അവന്തിക സമ്മതിക്കും. മാത്രവുമല്ല നിങ്ങൾക്ക് ഈ ശ്വേതയും വെങ്കട്ടും ദീപികയും ഒക്കെ മരിക്കുന്നതിന് മുൻപ് അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് അവന്തിക ഞെട്ടും. അവന്തിക അങ്ങനെയൊന്നുമില്ല എന്ന് റൂബനോട് പറയുന്നു. എന്നാലും എനിക്കറിയാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കാറുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾ തുറന്നു പറയാത്തതാ. അതിനൊരു കാരണമുണ്ട്. എന്തെന്നാൽ നിങ്ങൾ ഈ പ്രേതവും ഭൂതവും ഒന്നും ഇല്ല എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ റിസർച്ചിനെയൊക്കെ അത് ബാധിക്കില്ലേ, അതുകൊണ്ടല്ലേ എന്നൊക്കെ റൂബൻ ചോദിക്കുമ്പോഴും അതൊന്നും സമ്മതിക്കുവാനായിട്ട് അവന്തിക കൂട്ടാക്കുന്നില്ല. മാത്രമല്ല റൂബൻ പറയുന്നുണ്ട്, ഇന്ന് രാത്രി നിങ്ങൾ ആ പഴയ ലൈബ്രറിയിൽ വരണം. ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോഴും താൻ വരില്ല എന്ന് തന്നെ അവന്തിക പറയുന്നു. എന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് റൂബൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം കാണിക്കുന്നത് അന്നേ ദിവസം രാത്രി റൂബനാണെങ്കിൽ പ്രേതത്തിന്റെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ ഡിവൈസ് ഒക്കെ ആ പഴയ ലൈബ്രറിയിൽ സെറ്റ് ചെയ്യുന്നതാണ്. റൂബനെ സഹായിക്കുവാനായിട്ട് അവന്തികയുടെ കുറച്ച് സ്റ്റുഡൻസും ഉണ്ട്. വരില്ല എന്ന് പറഞ്ഞിട്ടും അവന്തികയും അവിടേക്ക് വന്നു. എന്തിനാ ഇപ്പോൾ വന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവന്തിക പറയുന്നത്, അത് ഞാൻ വരണ്ട എന്ന് കരുതിയതാ, പക്ഷേ ഇനി പ്രേതമങ്ങാനും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാരണമാണ് വരാത്തതെന്ന് നിങ്ങൾ പറയില്ലേ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്നും അവന്തിക പറയുന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് റൂബനാണെങ്കിൽ പ്രേതത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുവാനായി തീരുമാനിച്ച് തന്റെ ഡിവൈസ് എല്ലാം സെറ്റ് ചെയ്തു. അവന്തികയാണ് അവിടെ എത്തിയതും. എന്നിട്ട് അവന്തികയുടെ ദേഹത്തും ഡിവൈസ് ഒക്കെ ഘടിപ്പിക്കുകയാണ്. എന്നിട്ട് റൂബനാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന മൈക്കിലൂടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ യാതൊരുവിധ അനക്കവുമില്ല. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും ഒരു സിഗ്നൽ പോലും റൂബന് കിട്ടുന്നില്ല. അത് കണ്ട് ദേഷ്യം വന്ന അവന്തിക പറയുന്നത്, എല്ലാം അഴിച്ചു മാറ്റി, ഇവിടെയൊന്നും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റൂബന് സിഗ്നൽ കിട്ടുന്നു. ഡിവൈസ് എല്ലാം ശബ്ദമുണ്ടാക്കുവാനായി തുടങ്ങി. അവിടെ ഏതോ പ്രേതത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കണ്ട് എല്ലാവരും ഞെട്ടി. എന്നിട്ട് റൂബനാണെങ്കിൽ അവിടെയുള്ള ആ ഒരു അമാനുഷിക ശക്തിയോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഒരു ശബ്ദവും, അല്ല എന്നുണ്ടെങ്കിൽ 2 ശബ്ദവും ഉണ്ടാക്കണമെന്നും പറഞ്ഞു. അങ്ങനെ റൂബൻ ചോദിക്കും, ഈ കോളേജിലുള്ളവരാണോ നിങ്ങളെന്ന് ആത്മാവിനോട് ചോദിക്കുന്ന സമയത്ത് 3 തവണ ശബ്ദം ഉണ്ടാക്കുന്നു. റൂബൻ പറഞ്ഞത് ആണെങ്കിൽ 1 തവണയും അല്ലെങ്കിൽ 2 തവണയെന്നല്ലേ. 3 തവണയായപ്പോൾ അവിടെ നിന്ന് പെൺകുട്ടികളെല്ലാം വല്ലാതെ റൂബനെ കളിയാക്കിച്ചിരിക്കും. വീണ്ടും വീണ്ടും ചോദിക്കുന്ന സമയത്തും 3 തവണയാണ് ശബ്ദം ഉണ്ടാക്കുന്നതും. അത് കേട്ട് റൂബന് വല്ലാതെ ദേഷ്യം വരും. എന്നിട്ട് റൂബൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളെ കൂടാതെ എത്ര ആത്മാക്കളുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ഡിവൈസ് എല്ലാം വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നു. നോക്കുമ്പോൾ എല്ലാം കൂടി ഒരു 46 ആത്മാക്കളുണ്ട്. അതെല്ലാം കാണിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളും എല്ലാവരും പേടിക്കുവാനായി തുടങ്ങി. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെല്ലാം ചേർന്ന് അവന്തികയെ അറ്റാക്ക് ചെയ്യും. അവന്തികയാണെങ്കിലോ തന്റെ ദേഹത്ത് പ്രേതം കൂടിയതുപോലെയൊക്കെ കാണിക്കുന്നു. അപ്പോഴേക്കും ആ കോളേജിലുള്ള എല്ലാവരും അവിടേക്ക് വന്നിട്ട് അവന്തികയെ ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതും. റൂബനാണെങ്കിൽ ആ ഒരു പ്രിൻസിപ്പാളിനോട് ഈ വിവരമൊക്കെ സംസാരിക്കുവാൻ വരുന്ന സമയത്ത് പ്രിൻസിപ്പാൾ പറയുന്നത്, 3 കുട്ടികളുടെയും മരണത്തിന് കാരണം അവന്തികയാണെന്ന് ഞങ്ങൾ ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയാ. നിങ്ങൾ വന്ന ജോലിയെല്ലാം
അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകുവാനായി റൂബനോട് പറയുന്നു. എന്നാൽ റൂബൻ അതിന് തയ്യാറാകുന്നില്ല. കാരണം അവന്തികയും ഈ ഒരു കേസുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അവന്തികയെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്നും റൂബൻ ചിന്തിക്കുന്നു. അതിനു വേണ്ടിയിട്ട് റൂമിലേക്ക് എത്തിയ റൂബൻ ആണെങ്കിൽ റെക്കോർഡായ ശബ്ദങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. ആത്മാക്കൾ എന്തൊക്കെയാണ് പറയുവാനായി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുവാനായി നോക്കും. പക്ഷെ ഒന്നും വ്യക്തമാകാത്തതിനാൽ റൂബനൊന്നും മനസ്സിലാകുന്നതുമില്ല. അതേസമയം തന്നെ റൂബൻ ആണെങ്കിൽ പള്ളിമണിയൊച്ച കേട്ട് പ്രാർത്ഥിക്കുവാനായും തുടങ്ങി. അത് കാണുന്ന ആരോഗ്യം ചോദിക്കുന്നത്, പെട്ടെന്ന് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? റൂബൻ പറയുന്നത്, ഇപ്പോൾ ഒരു പള്ളിമണി കേട്ടില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നു. പള്ളിയിൽ നിന്ന് മണിയടിച്ച ശബ്ദമൊന്നും ഞാൻ കേട്ടില്ലല്ലോ എന്ന് ആരോഗ്യവും പറയുന്നു. അപ്പോൾ അത് കേട്ട റൂബൻ ഒരു കാര്യം മനസ്സിലായി. റൂബന് മാത്രമാണ് ആ ഒരു ശബ്ദം കേൾക്കുവാനായി പറ്റുന്നത്. മുൻപ് അവന്തികയോട് സംസാരിക്കുന്ന സമയത്തും റൂബൻ ഇതുപോലെ പള്ളിമണി ഒച്ച കേട്ട് പ്രാർത്ഥിച്ച സമയത്തും അവന്തിക പറഞ്ഞിരുന്നല്ലോ താൻ കേട്ടില്ല എന്ന്. അപ്പോൾ തനിക്ക് മാത്രമാണ് ആ ഒരു ശബ്ദം കേൾക്കുവാനായി പറ്റുന്നതെന്നും റൂബന് മനസ്സിലായി. അതേസമയം തന്നെ റൂബന്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുകയാണ്. റൂബൻ ഈ കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല ആ ലൈബ്രറിയുടെ ഫോട്ടോ കൂട്ടുകാരൻ അയച്ചും കൊടുത്തിരുന്നു. കൂട്ടുകാരൻ വിളിച്ചിട്ട് റൂബനോട് പറയുന്നത്, എടാ നീ അയച്ചു തന്ന ആ ലൈബ്രറിയിലെ അത് പണ്ടൊരു ചർച്ച ആയിരുന്നു, നീ അവിടേക്കൊന്ന് പോയി അന്വേഷിച്ച് നോക്കെന്നും റൂബനോട് കൂട്ടുകാരൻ പറയും. അത് കേട്ട റൂബനാണെങ്കിൽ ഉടനെ തന്നെ ആ ഒരു പഴയ ലൈബ്രറിയിലേക്ക് പോകുന്നു. അതൊരു ചർച്ചിന്റെ രൂപം തന്നെയായിരുന്നു. അവിടുത്തെ ഓരോ സാധനങ്ങളും തൊട്ടു നോക്കുന്ന സമയത്തും ചർച്ചിലുള്ള സാധനങ്ങളെ പോലെ തന്നെയാണ് റൂബന് തോന്നുന്നതും. മാത്രമല്ല ആ ചർച്ചിലുണ്ടായിരുന്ന ആത്മാക്കളെല്ലാം റൂബനോട് എന്തൊക്കെയോ സംസാരിക്കുവാനായി ശ്രമിച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷേ റൂബന്റെ ഡിവൈസിലുള്ള ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യാത്തതിനാൽ റൂബനൊന്നും വ്യക്തമാകുന്നതുമില്ലായിരുന്നു. ആത്മാക്കൾ റൂബനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഫ്രീക്വൻസി എന്താണെന്ന് റൂബൻ കണ്ടുപിടിക്കും. 444 ഫ്രീക്വൻസി ആയിരുന്നു അത്. അതെന്താണെന്ന് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പിയാനോ വായിക്കുന്ന സമയത്തുള്ള ട്യൂണാണ് റൂബന് കണ്ടെത്തുവാനായി കഴിഞ്ഞത്. എന്തായിരിക്കും ആ ട്യൂണിന് പിന്നിലെന്ന് അറിയുവാനായിട്ട് അടുത്തുള്ളൊരു പള്ളിയിലേക്കാണ് റൂബൻ പോകുന്നതും. താൻ ഈ കോളേജിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞ് ഉടനെ തന്നെ ആ ഒരു പള്ളിയിലച്ഛനാണെങ്കിൽ അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ നിന്നെ ഉറപ്പായി ഞാൻ ഇവിടെ കയറ്റില്ല, ലൈബ്രറി ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ഇവിടുത്തെ ചർച്ച് സ്വന്തമാക്കിയിട്ട് ചർച്ചിന്റെ മഹത്വം തന്നെ അവർ കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞാണ് റൂബനെ അവിടെ നിന്നും ഇറക്കി വിടുന്നതും. റൂബനാണെങ്കിൽ വേറെ വഴിയില്ലാതെ തന്റെ ജീപ്പിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ജീപ്പിലെ റേഡിയോയിൽ വീണ്ടും ആ 444 ഫ്രീക്വൻസിയിലേക്ക് മാറും. എന്നിട്ട് ഉടനെ തന്നെ ജീപ്പാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആത്മാക്കൾ എന്തൊക്കെയോ റൂബനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായും ശ്രമിക്കുന്നു. ജീപ്പ് തനിയെ വന്ന് നിന്നത് കാടിനുള്ളിലുള്ള ഒരു ചെറിയൊരു ബിൽഡിംഗിലേക്കാണ്. അതിനുള്ളിൽ ഒരാളുണ്ട്. അപ്പോൾ റൂബൻ ചിന്തിക്കും, ഈ ആത്മാക്കൾക്കും ഇയാൾക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണുമെന്ന്. ആ ആരോഗ്യത്തിനാണെങ്കിൽ ആകെ പേടി. ജീപ്പ് തനിയെ വന്നതിനാൽ ആരോഗ്യം പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയിട്ട് വരാനാണ്. റൂബൻ അകത്തേക്ക് കിടക്കുന്നു. അവിടെയുള്ള ആള് ഒരു പിയാനോയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ റൂബനാണെങ്കിൽ തന്റെ കൈവശം ആ ഒരു ഫ്രീക്വൻസി പിയാനോയുടെ ടൂണാണെന്ന് മനസ്സിലാക്കി അത് നോട്ടാക്കി റൂബൻ മാറ്റിയിരുന്നു. ആ നോട്ട് അയാളെ കാണിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത്, ഞാനാണ് അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള പിയാനോ ഉണ്ടാക്കി കൊടുത്തതെന്നും പറഞ്ഞിട്ട് 35 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യം പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതേ ചർച്ചിൽ ഡയാന എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ വളരെ പാവവും നല്ല സ്വഭാവമുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ചർച്ചിന് മുന്നിലായിട്ട് ഒരു കുഞ്ഞിനെ ആരോ കൊണ്ടുവന്ന് വെച്ചിട്ടങ്ങ് പോയി. ഡോക്ടർ അതിനെ എടുക്കുകയാണ്. ആ കുഞ്ഞിന്റെ കൈയും കാലും ഒക്കെ വളഞ്ഞിരുന്നു. ഡയാന പറയുന്നത്, മിക്കവാറും ഇങ്ങനെയുള്ളൊരു കുഞ്ഞായിരുന്നത് കാരണമായിരിക്കാം കുഞ്ഞിനെ അവർ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവുക. ഞാൻ അതുകൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തുവാനായും തീരുമാനിച്ചുവെന്നും ഡയാന പറയും. അത് കേട്ട് ചർച്ചിലുണ്ടായിരുന്നവർ പറയുന്നത്, മാഡം ഇതിനെ വളർത്താൻ തീരുമാനിച്ചാൽ ഇനിയും ഉറപ്പായിട്ടും ഒരുപാട് കുഞ്ഞുങ്ങളെ ഇതുപോലെ കൊണ്ടുവച്ചിട്ട് പോകുമെന്നാണ് മറ്റുള്ളവർ പറഞ്ഞതും. എന്നിട്ടും അതൊന്നും കേൾക്കുവാനായിട്ട് ഡയാന കൂട്ടാക്കിയില്ല. ഡയാന ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി തന്നെ വളർത്തി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഇതുപോലുള്ള ഒരുപാട് കുട്ടികളെ പള്ളിയിൽ ആളുകൾ ഉപേക്ഷിച്ച് പോകുവാനായി തുടങ്ങി. ആ കുട്ടികളെ എല്ലാം എടുത്ത് ഡയാന വളർത്തും. സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് അവരെ എല്ലാവരെയും വളർത്തുന്നത്. സുഖമില്ലാത്ത കുട്ടികളായതിനാൽ സന്തോഷം വരുമ്പോൾ അവർ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് കൈകൊട്ടിയും, ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ചുവരിനിടിച്ചുമായിരുന്നു. അത് മനസ്സിലാക്കിയ ഡയാനയാണെങ്കിൽ ഇവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ഒരേ ഒരു വഴി മ്യൂസിക്കാണ്. മ്യൂസിക് വഴി നമുക്ക് ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാനൊരു എക്സ്പെരിമെന്റ് നടത്താൻ പോകുന്നുവെന്നും മറ്റു ഡോക്ടർമാരുമായി ആലോചിച്ച് ഡയാനയാണെങ്കിൽ മ്യൂസിക് വായിക്കുവാനായും തുടങ്ങി. മ്യൂസിക് വായിക്കുന്ന സമയമെല്ലാം ആ കുട്ടികൾ വളരെ ശാന്തമായിട്ട് അത് കേട്ടിരിക്കും. അങ്ങനെ ഡയാനയുടെ ആ ഒരു എക്സ്പെരിമെന്റ് സക്സസ് ആയി എന്നും ഡയാനയ്ക്ക് മനസ്സിലായി. എന്നാൽ പെട്ടെന്നൊരു ദിവസം കുട്ടികളെല്ലാം മരണപ്പെടുവാനായി തുടങ്ങി. അതിന്റെ കാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല. ഡയാന പരിശോധിച്ച് നോക്കിയിട്ടും കാരണം എന്താണെന്ന് കണ്ടെത്തുവാനായും കഴിഞ്ഞില്ല എന്നും ആ പിയാനോ ഉണ്ടാക്കുന്ന ആൾ പറയുന്നു. അത് കേട്ട് റൂബൻ ചോദിക്കുന്നത്, അങ്ങനെ എത്ര കുട്ടികൾ മരിച്ചു? അത് കേട്ട് അയാൾ പറയുന്നത്, മൊത്തം 46 കുട്ടികൾ മരിച്ചു. അത് കേട്ടതും റൂബൻ ഞെട്ടിപ്പോകും.
റൂബന്റെ ഡിവൈസിൽ എത്ര പ്രേതങ്ങളെ കണക്കുകൂട്ടിയെന്നാൽ 1046 പ്രേതങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡിവൈസ് വഴി റൂബൻ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ആ വന്ന 46 പേരും ഇവരായിരിക്കുമെന്നും റൂബൻ മനസ്സിലായി. റൂബൻ ഉടനെ തന്നെ 46 പേരെയും അടക്കം ചെയ്തിരിക്കുന്ന കല്ലറ കാണിച്ചു തരുമോ എന്നും പിയാനോ ഉണ്ടാക്കുന്ന ആളിനോട് ചോദിച്ചു. അയാൾ ആ കല്ലറ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. എന്ത് കാരണത്തിനാലാണ് മരണപ്പെട്ടതെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ കല്ലറ ഒന്ന് തുറക്കാനാകുമോ, എനിക്കൊന്ന് പരിശോധിക്കണമെന്നും പറയുമ്പോൾ അതിനൊന്നും കഴിയില്ല എന്നാണ് പിയാനോ ഉണ്ടാക്കുന്ന ആൾ പറയുന്നതും. റൂബൻ പറയുന്നത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഉറപ്പായും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും റൂബൻ പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം റൂബൻ ചിന്തിക്കുന്നത് 35 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ ഈ കുട്ടികൾ എന്തിനായിരിക്കാം ഇപ്പോൾ എന്നോട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായും ശ്രമിക്കുന്നത്, അവരുടെ ആത്മാവ് എന്തിനായിരിക്കാം ഇവിടെയുള്ളത് എന്നെല്ലാം അവൻ ചിന്തിക്കുന്നു. അതിനുശേഷം റൂബൻ നേരെ പോകുന്നത് അവന്തികയെ കാണുവാനായിട്ടാണ്. അവന്തികയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അവന്തികയോട് റൂബൻ എങ്ങനെയാണ് ഈ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായി മാറിയത് എന്നുള്ള കഥ പറയും. പിന്നീട് കാണിക്കുന്നത് റൂബന്റെ കുട്ടിക്കാലത്തെ കഥയാണ്. റൂബന്റെ അമ്മയാണെങ്കിൽ അവന് വീണ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. റൂബൻ അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അമ്മയ്ക്ക് സുഖമില്ലാതായി. ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ചിരുന്നു. ജോലിക്ക് പോകാനായി ഇറങ്ങുന്ന അച്ഛൻ റൂബനോട് അമ്മയെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. എന്നാൽ റൂബനാണെങ്കിൽ അവിടെ നിന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടും കേട്ടുകൊണ്ടേയിരുന്നു. അതേസമയം അവിടുത്തെ ഓക്സിജൻ സിലിണ്ടർ കംപ്ലൈന്റ് ആയത് കാരണം അമ്മയാണെങ്കിൽ ഓക്സിജന് വേണ്ടി പിടയ്ക്കുന്നു. ദേ ഇവിടെ ഇരിക്കുന്ന റൂബനാണെങ്കിൽ അത് അറിയുന്നുമില്ല. കുറെ നേരം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് മരണപ്പെട്ട് കിടക്കുന്ന അമ്മയാണ്. താൻ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ള സങ്കടം റൂബനുണ്ടായി. എന്നാൽ അതിനുശേഷം കുഞ്ഞായിരുന്ന റൂബന്റെ കണ്ണിൽ അമ്മയുടെ ആത്മാവിനെ അവന് കാണുവാനായും സാധിക്കുന്നു. നിന്നോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകുമെന്ന് അമ്മ അവനോട് പറയുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അമ്മയെ അവന് കാണുവാനായും കഴിയുന്നുണ്ടായിരുന്നു. അവർ ശബ്ദങ്ങൾ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലും. അതിലൂടെയാണ് താൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായി മാറിയതെന്നുള്ള കഥ റൂബൻ വളരെ ഇമോഷണലായി അവന്തികയോട് പറയുന്നു. അവന്റെ കാര്യങ്ങളെല്ലാം കേട്ട് അവന്തികയ്ക്കും വല്ലാതെ സങ്കടമായി. അവന്തികയാണെങ്കിൽ റൂബന്റെ തോളിൽ ചാരും. രണ്ടുപേർക്കുമിടയിൽ പ്രണയമുണ്ടാവുകയാണ്. മറ്റൊരു വശത്ത് ആ ഒരു പിയാനോ ഉണ്ടാക്കുന്ന ആളിനോട് റൂബൻ പറഞ്ഞല്ലോ എന്തായാലും താൻ ഈ ശവക്കല്ലറ പൊളിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും റൂബനെ ഹെൽപ്പ് ചെയ്യണമെന്നും പിയാനോ ഉണ്ടാക്കുന്ന ആൾ തീരുമാനിക്കുന്നു. അയാൾ ഉടനെ തന്നെ ആ ശവക്കല്ലറയെല്ലാം തനിയെ തോണ്ടുകയാണ്. പക്ഷെ തോണ്ടി നോക്കുമ്പോൾ അവിടെ ശവങ്ങളൊന്നുമില്ല, വേറെ എന്തൊക്കെയോ ആണ് ഇരിക്കുന്നതും. അതേസമയം തന്നെ ഒരു കൂട്ടം വവ്വാലുകളാണെങ്കിൽ ആ പിയാനോ ഉണ്ടാക്കുന്ന ആളെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്ന അവന്തികയാണെങ്കിൽ എന്തൊക്കെയോ സ്വപ്നം കാണുകയാണ്. അവളുടെ കൺമുന്നിലാണെങ്കിൽ എന്തൊക്കെയോ രൂപങ്ങളും തെളിയുന്നു. അവന്തിക ആർക്കോ ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്നതായിട്ടും അവൾ കാണുന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ഉയർത്തെഴുന്നേറ്റിട്ട് മറ്റൊരാളായി മാറി എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കുന്നു. അവൾ ഡയാനയായിട്ടാണ് മാറിയിരിക്കുന്നതും. ആ ശബ്ദമെല്ലാം റൂബൻ റെക്കോർഡും ചെയ്തെടുത്തു. അവന്തിക നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും അവന്തിക പഴയ അവസ്ഥയിലേക്ക് വന്നു. ഞാൻ ആർക്കോ ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യമാ എനിക്ക് കാണാനായും പറ്റിയത്. ആരാണെന്ന് അറിയത്തില്ല എന്നും അവന്തിക പറയുന്നു. എന്നാൽ റൂബനാണെങ്കിൽ റെക്കോർഡ് ചെയ്ത ശബ്ദമുണ്ടല്ലോ, അത് തന്റെ കൂട്ടുകാരന് അയച്ചു കൊടുത്തിട്ട് എത്രയും വേഗം ഇത് ഡീകോഡ് ചെയ്ത് എനിക്ക് അയക്കണമെന്നും റൂബൻ പറഞ്ഞിരുന്നു. അവന്തിക കണ്ടത് മറ്റൊരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതായിട്ടല്ലേ? ആ സ്ഥലവും അവൾ ആ ഒരു സ്വപ്നത്തിൽ ആ ഒരു കാഴ്ചയിൽ അവൾ കണ്ടിരുന്നല്ലോ. ആ സ്ഥലത്തേക്ക് റൂബനെയും കൂട്ടി അവൾ പോകും. അങ്ങനെ അവർ ചെന്നെത്തുന്നത് ICUവിന് മുന്നിലായിരുന്നു. അവിടെ ഒരു സ്ത്രീയെ ഓക്സിജൻ മാസ്കയ്ക്ക് ഘടിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അവർ കോമ സ്റ്റേജിലാണ്. പേരെടുത്ത് നോക്കുമ്പോൾ ഇസബെല്ല. എന്നാൽ നോക്കുമ്പോൾ കാണുന്നത് അത് യഥാർത്ഥത്തിൽ ആ ഡയാനയെ തന്നെയാണ്. എന്നിട്ട് അവന്തിക പറയുന്നത് അന്ന് ഈ ഇസബെല്ലയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയം ഞാനും കൂടെയുണ്ടായിരുന്നു. ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടറാണെങ്കിൽ ഇസബെല്ലയ്ക്ക് ഡോസ് കൂട്ടി ഇഞ്ചക്ഷൻ കൊടുക്കുവാനായും തീരുമാനിച്ചു. ആ സമയം ഇസബെല്ലയാണെങ്കിൽ കോമയിൽ നിന്നും ഉണർന്നിരുന്നു. ഞാൻ അപ്പോഴും ഡോക്ടറിനോട് പറഞ്ഞത് ഈ ഡോസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവർ കോമയിലേക്ക് പോകുമെന്നല്ലേ. പക്ഷെ ഡോക്ടർ അത് കേൾക്കുവാനായും കൂട്ടാക്കിയില്ല. ഡോക്ടർ അവർക്ക് ഇഞ്ചക്ഷൻ കൊടുത്തു. വീണ്ടും ഇവർ കോമയിലേക്ക് പോയി. അതെനിക്ക് സഹിക്കാനായും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ട്രീറ്റ്മെന്റുകൾക്കൊന്നും ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അവന്തിക പറയുന്നു. എന്നാൽ അത് കേട്ട് റൂബൻ പറയുന്നത് അവന്തികയ്ക്ക് ശേഷം ഇവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഡോക്ടർമാരാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് ചെക്ക് ചെയ്യുവാനായും പറഞ്ഞ് നഴ്സിന്റെ കയ്യിൽ നിന്ന് നഴ്സ് അറിയാതെ അവരുടെ ഒരു ഡ്യൂട്ടി ബുക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്നത് വെങ്കട്ടും ശ്വേതയും ദീപികയുമായിരുന്നു പിന്നീട് ഇസബെല്ലയുടെ കാര്യങ്ങൾ നോക്കുവാനായി നിന്നിരുന്നത്. ഇവർ 3 പേരും ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ടീമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇസബെല്ലയ്ക്ക് ഡോസ് കൂട്ടി ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി. എന്നാൽ റൂബനാണെങ്കിൽ ഇസബെല്ലയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇസബെല്ലയല്ല, ഡയാനയാണ്. എന്നാൽ അത് കേട്ട് അവന്തിക പറയുന്നത് അല്ല, ഇത് ഇസബെല്ല തന്നെയാണ്. അല്ല, ഇത് 35 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു ചർച്ച നടത്തിയിരുന്ന അതേ ഡയാന തന്നെയാണെന്നും റൂബൻ പറയുന്നു.
എന്നിട്ട് റൂബൻ പറയുന്നത് ഡയാന മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരെ പിന്നെ എന്തിനായിരിക്കാം ഇങ്ങനെ കിടത്തിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവർ തന്നെയാണ് ആത്മാവായിട്ട് വന്നിട്ട് ആ കുട്ടികളെല്ലാം ആക്ടിവേറ്റ് ആക്കിയിരിക്കുന്നതെന്ന കാര്യം റൂബൻ പറയുന്നു. പക്ഷെ അവന്തിക പറയുന്നത് ഇല്ല, ഇവർക്ക് പൾസ് ഉണ്ട്, ദേ നോക്കിയെന്ന് പറയും. അത് കേട്ടും റൂബൻ പറയുന്നത് ഇല്ല, ഇവർ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് റൂബനാണെങ്കിൽ ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന മെഷീനെല്ലാം അടിച്ചു തകർക്കും. പെട്ടെന്ന് തന്നെ റൂബനെ ആരോ വന്ന് തല്ലുകയാണ്. റൂബന്റെ ബോധവും പോയി. തലക്കടി കിട്ടിയ റൂബനാണെങ്കിൽ ഉണർന്നു നോക്കുമ്പോൾ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസാണ് വന്നിരുന്നത്. പോലീസ് പറയുന്നത്, നീ എന്തിനാ ആ ഒരു കോമയിൽ കിടക്കുന്ന സ്ത്രീയെ കൊല്ലുവാനായി ശ്രമിച്ചത്? അപ്പോൾ റൂബൻ പറയുന്നത്, അവർ മരണപ്പെട്ടിട്ട് കുറേയായി, പിന്നെ എന്തിനായിരിക്കാം അവരെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്? അതിന്റെ കാരണം എനിക്ക് അറിയണമെന്ന് പറയുമ്പോഴും ദേഷ്യം വന്ന പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ റൂബനെ തല്ലുവാനായി പോകും. അപ്പോൾ തന്നെ ഈ പോലീസ് ഇൻസ്പെക്ടറുടെ ചെവിയിലാണെങ്കിൽ അയാൾക്ക് താങ്ങാൻ പറ്റാത്ത വിധം ശബ്ദമുണ്ടാകുന്നു. അയാളുടെ ചെവി പൊട്ടി ചോരയും വരികയാണ്. റൂബൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു പോലീസ് ഇൻസ്പെക്ടർ ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് അവിടേക്ക് വരും. റൂബൻ ആണെങ്കിൽ തന്റെ സംശയമെല്ലാം ആ ഒരു പോലീസ് ഓഫീസറിനോട് പറയുന്നു. റൂബൻ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ആ ഒരു ഓഫീസറിന് മനസ്സിലായി. ഉടനെ തന്നെ ആ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന സ്ത്രീക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുവാനായിട്ടും ആ ഒരു പോലീസ് ഓഫീസർ പറയുന്നു. അതിനുശേഷം കോളേജ് പ്രിൻസിപ്പാളിനെ കാണുവാനായിട്ടാണ് അവർ എത്തുന്നതും. പ്രിൻസിപ്പാളിനെ കാണാനെത്തിയ പോലീസ് ഓഫീസർ പറയുന്നത്, ഡയാനയുടെ ഹസ്ബൻഡായ ഡാനിയൽ വിദേശത്തല്ലേ, അയാളോട് എത്രയും വേഗം ഇവിടെ വരുവാനായിട്ടും പറയണം. അത് കേട്ട് പ്രിൻസിപ്പാൾ പറയുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഡാനിയൽ വരത്തില്ല. എന്നാൽ പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത്, എന്തായാലും ഇവിടെ വന്നേ പറ്റൂ, കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാൾ സഹകരിച്ചേ പറ്റുമെന്നും പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. അതിന് ഈ ഒരു പ്രിൻസിപ്പാളിന് മറുപടിയില്ലായിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ പോയ ഉടനെ തന്നെ പ്രിൻസിപ്പാളിനാണെങ്കിൽ അയാളുടെ ചെവിയിൽ വലിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുവാനായും തുടങ്ങി. അയാളെ കൊണ്ട് അത് സഹിക്കാനാകുന്നില്ല. അയാളുടെ ചെവി പൊട്ടി രക്തം വരും. മാത്രമല്ല കൈയും കാലുമൊക്കെ ഒടിഞ്ഞു തൂങ്ങിയതുപോലെയായി മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷം റൂബനെയാണ് കാണിക്കുന്നത്. റൂബൻ നേരെ ആ ഒരു പിയാനോ ഉണ്ടാക്കുന്ന ആളിനെ കാണുവാനായിട്ട് പോകുന്നു. അപ്പോഴാണ് അയാൾ മരണപ്പെട്ട കാര്യം റൂബൻ അറിയുന്നത്. അയാൾ കുഴി തോണ്ടി നോക്കിയ കാര്യം റൂബന് മനസ്സിലായി. എന്നാൽ ആ കുഴിയിൽ നിന്നും റൂബന് കിട്ടിയത് ചെറിയൊരു ലിക്വിഡ് മാത്രമാണ്. ആ ലിക്വിഡ് എന്തിനെന്നാൽ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡ് ആയിരുന്നു അത്. അപ്പോൾ റൂബൻ ആണെങ്കിൽ ആരോഗ്യത്തിനോട് പറയുന്നത്, ഈ ഒരു കുഴി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരെങ്കിലും ഈ ഒരു കുഴി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ മരണപ്പെടണം. അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു കുഴി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ കുഴി ഓപ്പൺ ചെയ്ത ആ ഒരു പിയാനോ ഉണ്ടാക്കുന്ന ആളും മരണപ്പെട്ടു പോയിരിക്കുന്നതെന്നും റൂബൻ പറയുന്നു. എന്നിട്ട് റൂബൻ ആരോഗ്യത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി എന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്നും റൂബൻ ആണെങ്കിൽ ആരോഗ്യത്തിനോട് പറഞ്ഞ് ആരോഗ്യത്തിനെ ഹോസ്പിറ്റലിലേക്ക് വിടും. ഹോസ്പിറ്റലിലെത്തിയ ആരോഗ്യമാണെങ്കിൽ ഉടനെ തന്നെ അവിടെ നടക്കുന്നൊരു കാര്യം പറയുവാനായിട്ട് റൂബനെ ഫോൺ വിളിക്കും. ആരോഗ്യം പറയുന്നത്, ഡയാനയ്ക്ക് ജീവനുണ്ടെന്ന് ഡോക്ടർമാരെല്ലാരും സ്ഥിരീകരിച്ച കാര്യമാണ്. അത് കേട്ട് റൂബൻ ഞെട്ടിപ്പോകും. അതെങ്ങനെ സംഭവിച്ചുവെന്നും റൂബൻ ചിന്തിക്കുകയാണ്. അതേസമയം തന്നെ ഡയാനെ കാണുവാനായിട്ട് ഡയാനയുടെ ഭർത്താവായ ഡാനിയൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ ഡാനിയലാണ് ആ കോളേജിന്റെ ഓണറും. ഡയാന ഇത്രയും വർഷമായി കോമയിൽ കിടക്കുന്നതിനാൽ മെഴ്സി കില്ലിങ്ങിനായിട്ടും ഡാനിയൽ ഒപ്പിട്ട് കൊടുക്കും. ഡാനിയലാണെങ്കിൽ സങ്കടത്തോടെ ഡയാനയ്ക്ക് എടുത്തിരിക്കുന്ന സമയത്ത് ഡാനിയലിന്റെ അടുത്തേക്ക് ഒരു ബോട്ടിൽ ഉരുണ്ടുവരും. അതെടുത്തു നോക്കുന്ന സമയത്ത് ഡാനിയൽ ചിന്തിക്കുന്നത്, ഈ മരുന്ന് ഒരിക്കലും കൊടുത്തുടല്ലോ, ഇതാരാ എന്റെ വൈഫിന് ഇഞ്ചക്ഷൻ ചെയ്തത് എന്നൊക്കെ ഡാനിയൽ ചിന്തിക്കും. അതിനുശേഷം കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആ ഒരു വിദേശ വനിതയാണ്. അവരെ ആരോ എന്തൊക്കെയോ വിളിച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ച് അവർ വീണ്ടും ബ്ലാക്ക് മാജിക് ആരംഭിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ റൂബൻ ആണെങ്കിൽ റൂബന് കിട്ടിയ ആ ഒരു ലിക്വിഡ് ബോട്ടിലുണ്ടല്ലോ, ബോട്ടിലുമായിട്ട് ആ കാട്ടിൽ നിന്നും തിരികെ വരുന്ന വഴിയിൽ കുറേ വവ്വാലുകൾ ചേർന്ന് റൂബനെ ആക്രമിക്കും. അതെന്തെന്നാൽ ആ ഒരു ബോട്ടിൽ അവിടെ നിന്നും റൂബൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്യുന്നതാണത്. ഒരു ഘട്ടത്തിൽ റൂബന്റെ വണ്ടി ആക്സിഡന്റ് ആയി. ആ ലിക്വിഡ് ബോട്ടിൽ പൊട്ടിപ്പോവുകയും ചെയ്തു. വീട്ടിലെത്തി ദേഷ്യത്തിലിരിക്കുന്ന റൂബനാണെങ്കിൽ കുറെ കാര്യങ്ങൾ ചിന്തിക്കും. എന്നിട്ട് ഉടനെ തന്നെ അവന്തികയെ ഫോൺ വിളിക്കും. എന്നിട്ട് അവന്തികയോട് പറയുന്നത്, കോമയിൽ പോയതിനു ശേഷം ഈ ഡയാനയാണെങ്കിൽ വീണ്ടും കോമയിൽ നിന്ന് ഉണർന്നു. അതേ സമയത്തായിരുന്നല്ലോ ഡയാനയ്ക്ക് വീണ്ടും അനസ്തീഷ്യ കൊടുത്തത്. ആ സമയത്ത് ഉറപ്പായിട്ടും ഡയാനയുടെ ആത്മാവ് ശരീരം വിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാകാം. 35 വർഷമായിട്ട് ഒരു ശല്യവുമില്ലാതെ കിടന്ന കുട്ടികളുടെ ആത്മാവിനെ എല്ലാം ഉണർത്തിയത് ഈ ഡയാനയുടെ ആത്മാവ് തന്നെയായിരിക്കാം. അന്നവരെ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ആരൊക്കെ കൂടെയുണ്ടായിരുന്നോ അവരെ എല്ലാമാണ് ഡയാന കൊന്നു കളഞ്ഞതും. 3 പേര്, ശ്വേത, വെങ്കട്ട്, പിന്നെ ദീപിക. പിന്നെ ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചതിന് പിന്നിൽ ആരൊക്കെ പങ്കുകൊണ്ടിട്ടുണ്ടോ അവരെയും ആയിരിക്കാം ഈ ഡയാന കൊല്ലുന്നതും. ഇപ്പോൾ ആ ഒരു കോളേജ് പ്രിൻസിപ്പാളിനും അതിൽ പങ്ക് കാണും. അതുകൊണ്ടായിരിക്കാം അയാളും മരണപ്പെട്ടിട്ടുണ്ടാവുക. ഡയാനയ്ക്കും കുട്ടികൾക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഡയാനയിലൂടെ മാത്രമേ നമുക്കത് അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആരും അറിയാതെ ഡയാനയെ ആ പഴയ ലൈബ്രറിയിൽ എത്തിക്കണമെന്നും അവന്തികയോട് പറയുന്നു. അവന്തികയും അതിന് സമ്മതിക്കുകയും ചെയ്തു.
അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഡയാനയെ ലൈബ്രറിയിലേക്കും കൊണ്ടുവന്നു. അതേസമയം തന്നെയായിരുന്നു റൂബന്റെ കൂട്ടുകാരനാണെങ്കിൽ ആ ഒരു ശബ്ദം ഡീകോഡ് ചെയ്തിട്ട് റൂബൻ അയച്ചു കൊടുത്തതും. അതിൽ നാൻസി ഡാനിയൽ എന്നാണ് പറയുന്നത്. ഈ ഡാനിയലിന്റെ ഭാര്യയാണ് നാൻസി. അത് കേട്ടതും പണ്ട് നാൻസി എഴുതിയൊരു ബുക്കിനെ പറ്റിയും അവന്തികയ്ക്ക് ഓർമ്മ വന്നു. അവന്തിക അത് വായിച്ചിട്ടുണ്ട്. ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്ന ഡയാനയോട് റൂബൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എത്രയും വേഗം ശരീരത്തിലേക്ക് പ്രവേശിക്കണം. എന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നും ഞങ്ങൾക്ക് അറിയുവാനേ പറ്റൂ. നിങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് തുറന്നു പറഞ്ഞാലേ നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കുവാനേയും പറ്റുള്ളൂവെന്നും ഡയാനയോട് റൂബൻ പറയും. അതേസമയം തന്നെയായിരുന്നു നാൻസി ഡാനിയൽ എഴുതിയ ബുക്കാണെങ്കിൽ അവന്തിക കണ്ടുപിടിച്ചുകൊണ്ടുവന്നതും. അതിനുള്ളിലാണെങ്കിൽ അവരുടെ കണ്ടുപിടുത്തങ്ങളെ പറ്റിയാണ് എഴുതിയിരിക്കുന്നതും. പിന്നീട് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നാൻസി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ്. ഡയാനയാണെങ്കിൽ ശബ്ദങ്ങൾ വഴി കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തിയല്ലോ. ആ എക്സ്പെരിമെന്റ് സക്സസ് ആയി. അത് ഈ നാൻസിക്ക് ഒട്ടും സഹിക്കാനായും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നാൻസി ആണെങ്കിൽ തനിക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യണമെന്നും തീരുമാനിച്ച് വവ്വാലിന്റെ ശബ്ദം വെച്ച് ഒരു പരീക്ഷണം നടത്തി. നാൻസിയുടെ പരീക്ഷണം സക്സസ് ആകുമോ എന്നറിയുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന 46 കുട്ടികളെയുമാണ് അവൾ ഉപയോഗിച്ചതും. ആ കുട്ടികളിൽ ഈ വവ്വാലിന്റെ ശബ്ദം എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി. അത് കാരണം കുട്ടികളാണെങ്കിൽ ഒരുപാട് ബാധിക്കപ്പെട്ടു. അതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും പരീക്ഷണം നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് കുട്ടികൾ ഓരോരുത്തരായി മരണപ്പെട്ടത്. കുട്ടികളെല്ലാവരും മരണപ്പെടുന്നതിന് എന്തായിരിക്കും കാരണമെന്ന് ഡയാനയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഡയാന അത് അന്വേഷിക്കുവാനായും തീരുമാനിച്ചു. അന്വേഷണത്തിനൊടുവിൽ ഇതിനെല്ലാം പിന്നിൽ നാൻസിയാണെന്ന് കണ്ടെത്തി. അതറിഞ്ഞ നാൻസിയാണെങ്കിൽ ഡയാനയെ ഒരുപാട് ദ്രോഹിക്കും. എന്നിട്ട് നാൻസി ഡയാനോട് പറയുന്നത്, നിന്നെ ഞാൻ കൊല്ലില്ല. നിന്നെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പഴി എനിക്ക് കേൾക്കൂ. അതുകൊണ്ട് നിന്നെ ഞാൻ കോമയിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഡയാനയെ കോമയിലാക്കി കളഞ്ഞതും. ഇതിനെല്ലാം പിന്നിൽ നാൻസി തന്നെയാണ്. പിന്നെ അത് മാത്രവുമല്ല, മരിച്ചുപോയ 46 കുട്ടികളുടെയും ആത്മാവ് പുറത്തു വന്ന് ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് മാജിക് ചെയ്യുവാനായിട്ടും നാൻസി തീരുമാനിച്ചത്. ആ വിദേശത്തുള്ള ആ ഒരു സ്ത്രീയില്ലേ, അവരെ വെച്ചാണ് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്നതും. ആവശ്യം വരുന്ന സമയത്തെല്ലാം അവർക്ക് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തു. അതിനെല്ലാത്തിനും പിന്നിൽ നാൻസിയാണ്. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം റൂബനും ടീമിനും മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നാൽ മറ്റൊരു വശത്ത് ഡാനിയലിന് ഇതിന് പിന്നിലെല്ലാം നാൻസിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മരുന്നിന്റെ ബോട്ടിൽ കണ്ടില്ലേ, അതിൽ നിന്നാണ് നാൻസിയാണ് ഇതിന് പിന്നിലെന്നും ഡയാനയ്ക്ക് ഇങ്ങനെ ആകാൻ കാരണം നാൻസിയാണെന്നും ഡാനിയലിന് മനസ്സിലായത്. ഡാനിയൽ അക്കാര്യം നാൻസിയോട് ചോദിക്കുന്നു. അതേസമയം തന്നെ ഡാനിയലിന് ഇൻസുലിൻ ആണെങ്കിൽ നാൻസി എടുത്തു കൊടുത്തിരുന്നു. എന്നിട്ട് ഡാനിയൽ ചോദിക്കുന്ന സമയത്ത് നാൻസി പറയുന്നത്, അതെ, ഞാൻ തന്നെയാ ഇതിന് പിന്നിലെന്ന്. അതേസമയം തന്നെയായിരുന്നു ഡാനിയലിന്റെ മൂക്കിൽ നിന്നെല്ലാം ബ്ലഡ് വരുന്നതും. എന്നാൽ ഇൻസുലിൻ എടുത്തു കൊടുത്തില്ലേ, അതിൽ വിഷമുണ്ടായിരുന്നു. ഡാനിയലും മരണപ്പെടും. ഇതുപോലെ തന്നെ ഇനി ആ ഡയാനയെ കൊല്ലണമെന്നും നാൻസി തീരുമാനിക്കും. ഡയാന ഇപ്പോൾ ഉള്ളത് പഴയ ലൈബ്രറിയിലാണെന്ന് നാൻസിക്ക് മനസ്സിലായി. ഉടനെ തന്നെ നാൻസി ആണെങ്കിൽ ലൈബ്രറിയിലേക്ക് തന്റെ ആളുകളെയും കൂട്ടിയെത്തി. എന്നിട്ട് ഡയാനയ്ക്ക് അടുത്തെത്തിയിട്ട് ഡയാനയുടെ ഓക്സിജൻ മാസ്ക് മാറ്റുവാനായി ശ്രമിക്കുന്ന സമയം അതെല്ലാം അവിടെ ഇരുന്ന് ഒളിച്ചിരുന്ന് കാണുകയായിരുന്നു റൂബനും അവന്തികയും. അവന്തികയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ തടുത്തു നിർത്തണമെന്ന് ചിന്തിച്ച് അവരെ മാറ്റുവാനായിട്ട് ഓടുന്ന സമയത്ത് പോവരുതെന്ന് റൂബൻ പറഞ്ഞിട്ട് പോലും അതൊന്നും കേൾക്കാതെ ഡയാനയെ രക്ഷിക്കുവാനായിട്ട് നാൻസിക്ക് അടുത്തേക്ക് എത്തുകയായിരുന്നു അവന്തിക. എന്നാൽ ഉടനെ തന്നെ നാൻസിയുടെ ആളുകൾ ചേർന്ന് അവന്തികയെ പിടിക്കും. അവന്തികയെ ഒരുപാട് ഉപദ്രവിക്കും. അത് കാണുന്ന റൂബനാണെങ്കിൽ അവിടേക്ക് ഇറങ്ങി വന്ന് അവരുമായിട്ട് ഒരു ഫൈറ്റ് നടക്കും. അതേസമയം തന്നെ അവിടെ എത്തുന്ന കുട്ടികളുടെ ആത്മാവാണെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദം അവിടെയുള്ള ആർക്കും താങ്ങുവാനായും പറ്റുന്നില്ല. പക്ഷേ നാൻസിയെ അത് ബാധിക്കുന്നില്ല. എന്തെന്നാൽ ശബ്ദങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാൻസി തന്റെ 2 ചെവിയിലും ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് നാൻസിയെ അത് ബാധിക്കുന്നതേയില്ല. മാത്രമല്ല ആത്മാക്കളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസും നാൻസിയുടെ കൈവശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയാനയുടെ ആത്മാവിനും കുട്ടികളുടെ ആത്മാവിനും ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. വവ്വാലുകളുടെ ശബ്ദമായിരുന്നു നാൻസിയുടെ കൈവശമുണ്ടായിരുന്ന ആ ഒരു ഡിവൈസിൽ. ആ ഒരു ശബ്ദം കുട്ടികളുടെ ആത്മാക്കൾക്ക് താങ്ങുവാനായും പറ്റുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം മനസ്സിലാക്കിയ റൂബനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കുവാനായും തീരുമാനിച്ച് പിയാനോ എവിടെയുണ്ടെന്ന് അന്വേഷിക്കും. പണ്ട് ഡയാനയാണെങ്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമായിരുന്നല്ലോ പിയാനോയിൽ. പിയാനോ കണ്ടെത്തിയ റൂബനാണെങ്കിൽ അതേ മ്യൂസിക് പ്ലേ ചെയ്യും. അത് കാരണം പതിയെ പതിയെ കുട്ടികളുടെ ആത്മാവ് ഫ്രീ ആകുവാനായും തുടങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ കുട്ടികളുടെ ആത്മാവാണെങ്കിൽ നാൻസിയെ അറ്റാക്ക് ചെയ്യും. നാൻസിയുടെ ചെവിയിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അത് പൊട്ടിത്തെറിക്കുകയാണ്. നാൻസിയുടെ ചെവിയിൽ നിന്നും ശബ്ദം താങ്ങാനാകാതെ രക്തം വരുന്നു. മാത്രമല്ല ശ്വേതയും വെങ്കട്ടും ദീപികയും ഒക്കെ എങ്ങനെയാണോ മരിച്ചത്, ശരീരമെല്ലാം നുറുങ്ങി ചുക്കിച്ചുളഞ്ഞ് അതേ അവസ്ഥയിലായി നാൻസിയും മരണപ്പെടുന്നു.
അങ്ങനെ പുറത്തുണ്ടായിരുന്ന ഡയാനയുടെ ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഡയാന പതിയെ പതിയെ ജീവിതത്തിലേക്കും തിരികെ വരികയാണ്. എന്താണ് തനിക്കും കുട്ടികൾക്കും സംഭവിച്ചത് എന്നുള്ള കാര്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സത്യങ്ങളെല്ലാം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണല്ലോ. റൂബനും സമാധാനമായി. ഡയാന ഇപ്പോൾ ചർച്ചിലുണ്ടായിരുന്ന സുഖമില്ലാത്ത കുട്ടികളെയൊക്കെ നോക്കി സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് റൂബൻ അടുത്തെത്തുകയാണ് അവന്തിക. അവന്തിക റൂബനോട് ഒരു സംശയം ചോദിക്കും. എങ്ങനെയാണ് ഈ ശ്വേതയ്ക്കും വെങ്കടിനും ദീപികയ്ക്കും ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, അതെങ്ങനെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കും. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്. എങ്ങനെയാണോ ഡയാന ആ വയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരുന്നത്, അതുപോലെ തന്നെയായിരുന്നു സുഖമില്ലാതെ കിടന്നിരുന്ന സമയത്ത് ഡയാനയെ അവന്തിക നോക്കിയിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഡയാനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതും അവന്തികയ്ക്ക് ഫീൽ ചെയ്തതും. കുട്ടികളുടെ ആത്മാവും മറ്റു 3 പേരെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചല്ലോ, അതെല്ലാം ഈ അവന്തികയ്ക്ക് ഫീൽ ചെയ്തതും. അവന്തികയുടെ നല്ല സ്വഭാവത്തിനാലാണ് അവൾക്കിതെല്ലാം ഫീൽ ചെയ്യുവാനായി പറ്റുന്നത്. റൂബൻ താൻ വന്ന കാര്യങ്ങളെല്ലാം നിറവേറ്റിയതിനു ശേഷം പോകുവാനായി ഇറങ്ങുകയാണ്. നേരെ വന്നത് കുട്ടികളുടെ കല്ലറയിലേക്കും. അവിടെ വന്ന് തൊഴുതതിനു ശേഷം റൂബനാണെങ്കിൽ തന്റെ നാട്ടിലേക്ക് പോകുന്നെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.